കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിലെ 6ാമത്തെ ചാപ്റ്റർ സ്റ്റാഫിംഗ് ഈ പാഠത്തിൻ്റെ 5ാമത്തെ പാർട്ടിലേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാഫിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് ആയിട്ടുള്ള സെലക്ഷനെ കുറിച്ചാണ് കാണുന്നത്. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് റിക്രൂട്ട്മെൻറ്റിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ഓൾസോ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഈ 2 സോഴ്സുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദമായിട്ട് കാണുകയുണ്ടായി. അപ്പോൾ റിക്രൂട്ട്മെൻറ്റിന് ശേഷം അടുത്തതായിട്ട് സ്റ്റാഫിങ്ങിൻ്റെ ഭാഗമായിട്ട് നിർവഹിക്കേണ്ടത് സെലക്ഷനാണ്. റിക്രൂട്ട്മെൻറ്റിലൂടെ അനവധി അപേക്ഷകർ ആ നിശ്ചിത പോസ്റ്റിലേക്കുള്ള ജോലിക്കുള്ള അപേക്ഷകൾ അനവധി ലഭിച്ചിട്ടുണ്ടാവാം. അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള കാൻഡിഡേറ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് സെലക്ഷൻ പ്രോസസ്സാണ് സ്റ്റാഫിങ്ങിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട എലമെൻ്റ് എന്ന് പറയുന്നത്. എന്താണ് സെലക്ഷൻ? സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്. പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിൽ നിന്നും അല്ലെങ്കിൽ ജോലിക്ക് അപേക്ഷ നൽകിയിരിക്കുന്ന കാൻഡിഡേറ്റ്സിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള എണ്ണം ജീവനക്കാരെ മാത്രം തിരഞ്ഞെടുക്കുന്നൊരു പ്രവർത്തനമാണ് സെലക്ഷൻ. സെലക്ഷൻ എപ്പോൾ ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ റിക്രൂട്ട്മെൻറ്റ് എവിടെ അവസാനിക്കുന്നു അവിടെ സെലക്ഷൻ ആരംഭിക്കുന്നു. കൃത്യമായിട്ട് ഏത് സ്റ്റേജ് വരെ റിക്രൂട്ട്മെൻറ്റ്, ഏത് സ്റ്റേജിൽ സെലക്ഷൻ ആരംഭിക്കുന്നു എന്നൊന്നും കൃത്യതയോടെ പറയുക സാധ്യമല്ല. പൊതുവിൽ പറഞ്ഞാൽ അപേക്ഷകൾ കളക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് അവിടെ റിക്രൂട്ട്മെൻറ്റ് അവസാനിക്കുകയും അതിൻ്റെ സൂക്ഷ്മ പരിശോധനയിൽ സെലക്ഷൻ ആരംഭിക്കുകയും ചെയ്യുകയാണ് പതിവ്. എന്നാൽ റിക്രൂട്ട്മെൻ്റ് എന്ന് പറയുന്നത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സെലക്ഷൻ നടപടിക്രമങ്ങൾ ആരംഭിക്കാറൊക്കെയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് സെലക്ഷൻ ബിഗിൻസ് വെയർ റിക്രൂട്ട്മെൻറ്റ് എൻഡ്സ്. ക്ലിയർ കട്ടായിട്ട് റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സെലക്ഷൻ എന്ന് ചിന്തിക്കുക സാധ്യമല്ല. പൊതുവിൽ പറഞ്ഞാൽ സെലക്ഷൻ ബിഗിൻസ് വേർ റിക്രൂട്ട്മെൻറ്റ് എൻഡ്സ് എന്നാണ് പറയാറുള്ളത്. എവിടെ റിക്രൂട്ട്മെൻറ്റ് അവസാനിക്കുന്നോ അവിടെ സെലക്ഷൻ ആരംഭിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള എണ്ണം ജീവനക്കാരെ മാത്രം, അതും ഏറ്റവും ഉചിതമായിട്ടുള്ള, ഏറ്റവും വിദഗ്ധരായിട്ടുള്ള, ഏറ്റവും കഴിവുറ്റവരായിട്ടുള്ള ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സെലക്ഷനും റിക്രൂട്ട്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം? What are the main differences between recruitment and selection? ഒന്നാമതായി അതിൻ്റെ പ്രോസസ്സിലുള്ള വ്യത്യാസമാണ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് ആണ്. നമ്മുടെ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് നമ്മൾ സെർച്ച് ചെയ്യലാണ്. എന്നാൽ സെലക്ഷൻ എന്ന് പറയുമ്പോഴോ ചൂസിങ് ദ റൈറ്റ് പേഴ്സൺ എമംഗ് ദ കാൻഡിഡേറ്റ്സ്. അപ്ലൈ ചെയ്തിട്ടുള്ള ആ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിൽ നിന്നും റൈറ്റ് പേഴ്സൺസിനെ ചൂസ് ചെയ്യുന്ന പ്രവർത്തനമാണത്. അപ്പോൾ സെലക്ഷൻ മീൻസ് ചൂസിങ് ദ റൈറ്റ് പേഴ്സൺ എമംഗ് ദ കാൻഡിഡേറ്റ്സ്, ബട്ട് റിക്രൂട്ട്മെൻറ്റ് മീൻസ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ രണ്ടിൻ്റെയും ആ പ്രക്രിയ വ്യത്യസ്തമാണ്. രണ്ടും 2 കാര്യങ്ങളാണ്. മോറോവർ റിക്രൂട്ട്മെൻറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ്. സെക്കൻഡ്ലി, റിക്രൂട്ട്മെൻറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ് വൈൽ സെലക്ഷൻ ഈസ് എ നെഗറ്റീവ് പ്രോസസ്. എന്തുകൊണ്ടാണ് റിക്രൂട്ട്മെൻറ്റിനെ പോസിറ്റീവ് പ്രോസസ് എന്ന് വിശേഷിപ്പിക്കുന്നത്? നമുക്കറിയാം, റിക്രൂട്ട്മെൻറ്റിൻ്റെ രീതി എന്ന് പറയുന്നത് പരമാവധി ആൾക്കാരെ ബിസിനസ് പോസ്റ്റിലേക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരെ എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ടാണ് അതിനെ ഒരു പോസിറ്റീവ് പ്രോസസ്സായിട്ട് വീക്ഷിക്കുന്നത്. കാരണം പരമാവധി പേർ അപേക്ഷ നൽകിയെങ്കിൽ മാത്രമേ കൂടുതൽ ചോയ്സ് നമുക്ക് സെലക്ഷന് വേണ്ടിയിട്ട് ലഭിക്കുകയുള്ളൂ.
അതുകൊണ്ട് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്. കൂടുതൽ ആൾക്കാരെ നമ്മൾ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കൂടുതൽ ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെൻറ്റ്. എന്നാൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. കാരണം അവിടെ നമ്മളെന്താണ് കൂടുതൽ പേരെ എലിമിനേറ്റ് ചെയ്യുകയാണ്. ഏറ്റവും യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കൂടുതൽ പേരെ ഒഴിവാക്കിക്കൊണ്ട് വളരെ കുറച്ച് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 5000 ആപ്ലിക്കൻസ് ചിലപ്പോൾ ഉണ്ടാവാം, 5 പോസ്റ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അനവധി പേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അവരെ വിവിധ കടമ്പകളിലൂടെ കടത്തിവിട്ടുകൊണ്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളവരെ കണ്ടെത്തുന്ന പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സെലക്ഷനെ നെഗറ്റീവ് പ്രോസസ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. റിക്രൂട്ട്മെൻ്റ് ഒരു പോസിറ്റീവ് പ്രോസസ്സാണെങ്കിൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. ആൻഡ് തേർഡ്ലി, റിക്രൂട്ട്മെൻറ്റ് എയിംസ് ടു ക്രിയേറ്റ് എ ലാർജ് പൂൾ ഓഫ് ആപ്ലിക്കൻസ്. ഒരുപാട് അപേക്ഷകരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏതിൻ്റെ ലക്ഷ്യം, റിക്രൂട്ട്മെൻറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. ഇറ്റ് എയിംസ് ടു ക്രിയേറ്റ് എ ലാർജ് പൂൾ ഓഫ് ആപ്ലിക്കൻസ്. അപ്പോൾ അനവധി അപേക്ഷകരുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു പൂൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ സെലക്ഷൻ ലക്ഷ്യം എന്താണ്, എയിംസ് ടു എൻഷുവർ മോസ്റ്റ് കോമ്പീറ്റൻറ്റ് പീപ്പിൾ ഫോർ ജോബ്സ്. ആ ജോലിയിലേക്ക് വളരെ കഴിവുറ്റവർ ഉണ്ടാവണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സെലക്ഷൻ നടത്തുന്നത്. ആൻഡ് ലാസ്റ്റ്ലി, റിക്രൂട്ട്മെൻറ്റ് ഇറ്റ് ഈസ് എ സിമ്പിൾ പ്രോസസ്സ്. വളരെ ലളിതമായൊരു പ്രക്രിയയാണ്. പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് രീതികളിലോ കൂടുതൽ അപേക്ഷകരെ ക്ഷണിക്കുക. അപ്പോൾ ഒരു സിമ്പിൾ പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ സെലക്ഷൻ ആകട്ടെ ഒരു സങ്കീർണ പ്രക്രിയയാണ്. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്സ്. ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഒരുപാട് ഹഡിൽസിലൂടെ അവരെ കടത്തിവിടണം. ഒരുപാട് കടമ്പകളിലൂടെ അവരെ കടത്തിവിട്ടിട്ട് ഏറ്റവും അനുയോജ്യരായിട്ടുള്ളവരെ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് നടപടിക്രമങ്ങൾ ആവശ്യമായിട്ട് വരും. വളരെ സങ്കീർണമായിട്ടുള്ള പല പ്രവർത്തനങ്ങളിലൂടെയും അവരെ കടത്തിവിട്ടുകൊണ്ടാണ് അവരുടെ കഴിവുകളും ശേഷികളും നമ്മൾ വിലയിരുത്തി ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. സോ സെലക്ഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. സോ ദീസ് ഓൾ ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ നമ്മളുടെ വ്യത്യാസങ്ങളാണ് ഈ 4 പോയിന്റുകളിലൂടെ നമ്മൾ കണ്ടത്. Then next about steps in the selection process. അപ്പോൾ സെലക്ഷൻ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? നമുക്കറിയാം ഓരോ സ്ഥാപനങ്ങളിലും വ്യത്യസ്ത രീതികളാണ് സെലക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ വ്യത്യസ്തമാണ് പല സ്ഥാപനങ്ങളിലും. PSC അനുവർത്തിക്കുന്ന സെലക്ഷൻ രീതികളായിരിക്കണം എന്നില്ല സ്വകാര്യ മേഖലയിലുള്ള പ്രൈവറ്റ് കമ്പനികൾ അനുവർത്തിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥാപനങ്ങളിലും വ്യത്യസ്തമായിരിക്കാം. ഇനിയും ഒരു സ്ഥാപനത്തിൽ തന്നെ വ്യത്യസ്ത പോസ്റ്റുകളിൽ വ്യത്യസ്ത നടപടിക്രമങ്ങളായിരിക്കാം സെലക്ഷൻ ഉണ്ടാവുക. അതുകൊണ്ട് നമുക്കൊരു മോഡൽ സെലക്ഷൻ പ്രൊസീജിയർ സജസ്റ്റ് ചെയ്യാൻ പറ്റിയല്ല. എല്ലാത്തരം പോസ്റ്റുകൾക്കും എല്ലാത്തരം സ്ഥാപനങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു മോഡൽ സെലക്ഷൻ പ്രോസസ്സ് സജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും ആ സെലക്ഷൻ പ്രോസസ്സിൽ സാധാരണ കണ്ടുവരാറുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ മേജർ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ സെലക്ഷൻ പ്രോസസ്സ്? അപ്പോൾ സെലക്ഷൻ നടപടിക്രമങ്ങളിൽ എന്തൊക്കെ സ്റ്റെപ്സാണുള്ളത്? ഒന്നാമതായി പ്രിലിമിനറി സ്ക്രീനിങ്. ഇറ്റ് ഈസ് എയിംഡ് ടു എലിമിനേറ്റ് ദ അണ്ടർ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേർ നമുക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധനയാണ് ആദ്യം നിർവഹിക്കേണ്ടത്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആദ്യം ആ അപേക്ഷകൾ സൂക്ഷ്മ പരിശോധന നടത്തണം. അതിൽ അണ്ടർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, നമ്മൾ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത പ്രതിപാദിച്ചിരുന്നു പരസ്യങ്ങളിൽ, ആ പോസ്റ്റിലേക്ക് വേണ്ട മിനിമം യോഗ്യത പറഞ്ഞിരുന്നു. എന്നാൽ അണ്ടർ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യോഗ്യത ഇല്ലാത്തവർ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാഥമിക ഘട്ടത്തിൽ അത് സൂക്ഷ്മ പരിശോധന നടത്തി അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് നമുക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ ഒരു മിനിമം എക്സ്പീരിയൻസ്, നിശ്ചിത വർഷത്തേക്കുള്ള എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ നിശ്ചിത
എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ അയോഗ്യരായിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിലിമിനറി സ്ക്രീനിങ് നടത്താം. ചില സ്ഥാപനങ്ങളിൽ ഒരു പ്രിലിമിനറി ഇൻ്റർവ്യൂ എന്ന നിലയിലും കണ്ടക്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അത് അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധനയിലൂടെ നമുക്കെന്താണ് ഏറ്റവും സ്യൂട്ടബിൾ അല്ലാത്തവരെ ഒഴിവാക്കുന്ന ഒരു ഘട്ടമായിട്ട് കാണാം. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രിലിമിനറി സ്ക്രീനിങ്. ആൻഡ് thereafter we may conduct various selection test. വിവിധ പരീക്ഷകൾ നമുക്ക് നടത്താം. സെലക്ഷൻ ടെസ്റ്റുകൾ പ്രധാനമായിട്ടും 5 തരത്തിലുണ്ട്. ഈ സെലക്ഷൻ ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്നത് in order to check the ability of the candidates. നമ്മുടെ ജീവനക്കാർക്ക് എത്ര കരിശേഷിയുണ്ട് അല്ലെങ്കിൽ കഴിവുണ്ട്, അറിവുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് വിവിധ ടെസ്റ്റുകൾ നടത്തുന്നത്. അപ്പോൾ അത്തരം മത്സര പരീക്ഷകളിലൂടെ ഏറ്റവും സ്യൂട്ടബിളായുള്ള കാൻഡിഡേറ്റ് നമുക്ക് തിരഞ്ഞെടുക്കാം. സാധാരണ നടത്താറുള്ളത് പ്രധാനമായിട്ടും 5 തരത്തിലുള്ള പരീക്ഷകളാണ്. സെലക്ഷൻ ടെസ്റ്റുകൾ പ്രധാനമായിട്ട് 5 തരത്തിലുണ്ട്. അവ ട്രേഡ് ടെസ്റ്റുകൾ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, ഇൻട്രസ്റ്റ് ടെസ്റ്റുകൾ, പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ, ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട 5 തരത്തിലുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറ്. അവ ഓരോന്നിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എന്താണ് ട്രേഡ് ടെസ്റ്റ്? It is conducted to ensure that the candidate is suitable for that particular trade. ആ ഒരു പ്രത്യേക ട്രേഡ് പെർഫോം ചെയ്യാനുള്ള അറിവ് അയാൾക്കുണ്ടോ? ഇതൊരു പ്രായോഗിക പരീക്ഷയാണ്, ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷനാണ്. ആ ജോലി ചെയ്യാനുള്ള ശേഷി അയാൾക്കുണ്ടോ? ഓൾറെഡി ആ അറിവ് അയാൾക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഡ്രൈവർ പോസ്റ്റിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ നമ്മൾ നമ്മുടെ ഫാക്ടറിയിലേക്ക് എടുക്കുമ്പോൾ ആ പ്രത്യേക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മെഷീനറി ഓപ്പറേറ്റ് ചെയ്യാൻ അയാൾക്ക് അറിയാമോ എന്ന് പരിശോധിക്കാം. അപ്പോൾ അത്തരത്തിൽ പ്രായോഗിക പരീക്ഷയാണ് ട്രേഡ് ടെസ്റ്റുകൾ. ഓൾറെഡി അയാൾ അക്വയർ ചെയ്തിട്ടുള്ള ഒരു സ്കില്ല് അത് എത്രമാത്രം അയാൾക്ക് പ്രൊഫിഷ്യൻ്റ് ആണ് അതിൽ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ ഡാറ്റ എൻട്രിക്ക് അയാൾക്ക് എത്രമാത്രം സ്പീഡ് ഉണ്ട് എന്ന് ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിട്ട് പരിശോധിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ട്രേഡ് ടെസ്റ്റുകൾ ഓൾറെഡി അയാൾ അക്വയർ ചെയ്തിട്ടുള്ള സ്കില്ല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവയാണ്. ദാറ്റ് ഈസ് ട്രേഡ് ടെസ്റ്റ്. രണ്ടാമതായി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളാണ്, അഭിരുചി പരീക്ഷകൾ നടത്താം. This is conducted to know the potential of learning new skills. അപ്പം പ്രത്യേക അറിവുകൾ വേഗത്തിൽ സ്വായത്തമാക്കാനുള്ള ശേഷി അയാൾക്കുണ്ടോ? അപ്പോൾ ആ സ്കില്ലുകൾ അക്വയർ ചെയ്യാനുള്ള അയാളുടെ കേപ്പബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, അഭിരുചി പരീക്ഷകൾ നടത്തുന്നത്. ട്രേഡ് ടെസ്റ്റുകൾ അയാൾ ഓൾറെഡി അക്വയർ ചെയ്തിട്ടുള്ള സ്കില്ലുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അയാൾക്ക് സ്കില്ലുകൾ അക്വയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കലാണ്. അല്ലെങ്കിൽ നിയമിതനാകുന്ന ഒരു കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് ആ മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി അയാൾക്കുണ്ടോ എന്ന് പരിശോധിക്കലാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിലൂടെ. ആൻഡ് തേർഡില് അനദർ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഈസ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. താല്പര്യ പരീക്ഷകൾ. ഏത് മേഖലയിലാണ് അയാൾക്ക് താല്പര്യമുള്ളത്? ഓരോരുത്തരെയും താല്പര്യമുള്ള മേഖലകൾ കണ്ടെത്താൻ വേണ്ടി ഇൻട്രസ്റ്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാം. ടു ചെക്ക് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ ഓൺ ദ ജോബ്. ആ ജോലിയിൽ അയാൾക്ക് ശോഭിക്കാൻ കഴിയുമോ, അയാൾക്ക് താല്പര്യമുള്ള മേഖലയാണോ അതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് താല്പര്യ പരീക്ഷകൾ, ഇൻട്രസ്റ്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഫോർത്തിലി പേഴ്സണാലിറ്റി ടെസ്റ്റ്. അയാളുടെ ആ വ്യക്തിത്വ പരിശോധന ആണ് നമ്മൾ നടത്തുന്നത്. പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഇൻ ഓർഡർ ടു ഇവാലുവേറ്റ് ആൻ ഇൻഡിവിജ്വൽസ് ഇമോഷൻസ്, റിയാക്ഷൻസ്, മെച്യൂരിറ്റി ആൻഡ് ഓൾസോ വാല്യൂസ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ശേഷി അയാൾക്കുണ്ടോ, വൈകാരിക പക്വത അയാൾക്കുണ്ടോ, അയാളുടെ റിയാക്ഷൻസ് എങ്ങനെയാണ്,
അയാൾ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്, അയാളുടെ ഏതൊക്കെ ജീവിത മൂല്യങ്ങളെ അയാൾ ഉയർത്തിപ്പിടിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടി പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ദെൻ ലാസ്റ്റ്ലി അബൌട്ട് ദ ഇൻ്റലിജൻസ് ടെസ്റ്റ്, ബുദ്ധി പരീക്ഷകളാണവ. ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാം ഇൻ ഓർഡർ ടു മെഷർ ദ ലെവൽ ഓഫ് ഇൻ്റലിജൻസ്. ഒരാളുടെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, ഒരാളുടെ അനലിറ്റിക്കൽ കപ്പാസിറ്റി. അപ്പോൾ അത്തരത്തിലുള്ള റീസണിങ് കപ്പാസിറ്റി ഇവയൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റിനുള്ള ചില ചോദ്യ മാതൃകകളാണ് നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഹൗ മെനി ആനിമൽസ് ഡു യു സീ? അവിടെ ഒരു പിക്ചർ തന്നിട്ട് എത്ര ആനിമൽസിനെ നിങ്ങളുടെ ഒബ്സർവേഷൻ കപ്പാസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ആ ചിത്രം നമുക്ക് വിശകലനം ചെയ്തുകൊണ്ട് വേഗത്തിൽ അവിടെ 6 വ്യത്യസ്ത ജീവികൾ അതിലുണ്ടെന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നൽകാറുണ്ട് നമ്മുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ്, IQ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട്. ഉദാഹരണമായിട്ട് അവിടെ നൽകിയിരിക്കുന്ന നോക്കുക, ഒരു സീക്വൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റിൻ്റെ റിസൾട്ട് 4 ആണ്, സെക്കൻഡ് റിസൾട്ട് 16 ആണെങ്കിൽ തേർഡിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അവിടെ 4 കിട്ടുന്നത് നമുക്കറിയാം 1 + 1 × 1 + 1, 2 × 2 4, 2 + 2 × 2 + 2 എന്ന് ചിന്തിച്ചാൽ 4 × 4 16. അങ്ങനെ ആകുമ്പോൾ 3 + 3 9 ആണ്. അപ്പോൾ 3 + 3 × 3 + 3 9 × 9 81 ആൻസർ അവിടെ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ റീസണിങ് കപ്പാസിറ്റി, നമ്മുടെ അനലറ്റിക്കൽ കപ്പാസിറ്റി, അതല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഇവയൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഓരോ പോസ്റ്റിലേക്കും ഉചിതമായിട്ടുള്ള ഇത്തരം വിവിധ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ഷൻ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദ തേർഡ് സ്റ്റെപ്പ് ഇൻ ദ സെലക്ഷൻ പ്രോസസ് ഈസ് ഇൻ്റർവ്യൂ, കണ്ടക്ടിങ് ഇൻ്റർവ്യൂസ്. എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂസ് മേ ബി കണ്ടക്റ്റഡ് in order to assess the level of confidence to take up the job. അവിടെ നമ്മുടെ കാൻഡിഡേറ്റ്സിൻ്റെ, പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിൻ്റെ കോൺഫിഡൻസ് ലെവൽ, അവൻ്റെ കാര്യശേഷി അളക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫേസ് ടു ഫേസ് മീറ്റിങ്ങിലൂടെ ഓരോരുത്തരുടെയും എബിലിറ്റീസും അവരുടെ അപ്രോച്ചും അവരുടെ ഈ പറയുന്ന ഇമോഷണൽ സ്റ്റെബിലിറ്റിയൊക്കെ നമുക്ക് അളക്കാൻ കഴിയുന്നവ തന്നെയാണ്. അപ്പോൾ ഇൻ്റർവ്യൂകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് സെലക്ഷൻ പ്രോസസ്സിൽ. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ചെക്കിംഗ് റെഫറൻസസ് ടു കളക്ട് സം യൂസ്ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ് ഫ്രം ഔട്ട്സൈഡ് പേഴ്സൺസ്. സാധാരണ അപേക്ഷാ സമർപ്പണ സമയത്ത് ബയോഡേറ്റയോടൊപ്പം തന്നെ റെഫറൻസ് കൂടെ നൽകേണ്ടതുണ്ട്. കാൻഡിഡേറ്റ്സിനെ പരിചയമുള്ള 2 അതിലധികമോ വ്യക്തികളുടെ ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ നൽകാൻ പറയാറുണ്ട്. ആ റെഫറൻസിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ബന്ധപ്പെട്ടുകൊണ്ട് ആ റെഫറൻസായിട്ട് നൽകിയ അഡ്രസ്സിൽ ആ വ്യക്തികളെ ബന്ധപ്പെട്ടുകൊണ്ട് ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. ചെക്കിംഗ് റെഫറൻസസ്. ആപ്ലിക്കേഷൻസിൽ റെഫറൻസായിട്ട് കാൻഡിഡേറ്റ് നൽകിയിരിക്കുന്നവരെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ തേടുകയാണ്. അപ്പോൾ അവിടെ ആപ്ലിക്കേഷനിൽ റെഫറൻസായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരിക്കലും ബന്ധുക്കളായിട്ടുള്ള റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കരുത്. ഒന്നുകിൽ നമ്മുടെ ഫോർമർ എംപ്ലോയേഴ്സ്, നമ്മൾ മുന്നേ ജോലി ചെയ്ത സ്ഥാപനങ്ങളിലെ സ്ഥാപന മേധാവികൾ, അല്ലെങ്കിൽ നമ്മൾ കോഴ്സ് പൂർത്തിയാക്കിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള സ്ഥാപന മേധാവികൾ, അല്ലെങ്കിൽ അധ്യാപകർ, അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾ, റിപ്യൂട്ടറായിട്ടുള്ള പേഴ്സൺസ്, ഇവരെയാണ് സാധാരണ റെഫറൻസായിട്ട് ആപ്ലിക്കേഷൻ വെക്കാറുള്ളത്. അപ്പോൾ ആ റെഫറൻസായിട്ട് വെക്കുന്ന ആൾക്കാരുടെ നിന്നും ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ദറ്റ് ഈസ് ചെക്കിംഗ് റെഫറൻസസ്. ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് സെലക്ഷൻ ഡിസിഷൻസ്.
ഈ കടമ്പകളിലൂടെ, ഈ ഹഡിൽസിലൂടെ കാൻഡിഡേറ്റ്സിനെ കടത്തിവിട്ടതിന് ശേഷം നമുക്ക് ഫിൽറ്ററിങ് നടത്തി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളവരെ നമ്മൾ കണ്ടെത്തി അവിടെ സെലക്ഷൻ ഡിസിഷൻ എടുക്കുന്നു, ആർക്കൊക്കെ അപ്പോയിൻമെൻറ്റ് നൽകണം. ഫൈനൽ ഡിസിഷൻ ഈസ് മെയ്ഡ് ബൈ ദ മാനേജർ ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. അപ്പോൾ ആ മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ എന്താണ്, പെർഫോമൻസ് നോക്കിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അവിടെ മാനേജർ തീരുമാനിക്കുന്ന ഘട്ടമാണിത്. ദെൻ ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ദ സിക്സ്ത് സ്റ്റെപ്പ് ഈസ് മെഡിക്കൽ എക്സാമിനേഷൻ. സംടൈംസ് എ മെഡിക്കൽ എക്സാമിനേഷൻ മേ ബി കണ്ടക്റ്റഡ്. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കാൻഡിഡേറ്റ്സിനോട് ആവശ്യപ്പെടാം, ടു ചെക്ക് ദ ഫിസിക്കൽ ഫിറ്റ്നസ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചശേഷി, കേൾവിശേഷി പോലെയുള്ള അല്ലെങ്കിൽ മറ്റു മാരക രോഗങ്ങളുണ്ടോ, അപ്പോൾ അത്തരത്തിലുള്ള ആ ജോലിക്ക് സ്യൂട്ടബിൾ ആണോ അല്ലയോ, അയാൾ മെഡിക്കലി ഫിറ്റാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ മെഡിക്കൽ എക്സാമിനേഷൻ വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം. 3 രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്നുകിൽ ആ സ്ഥാപനത്തിൽ തന്നെ ഡോക്ടറെ എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് ഈ സെലക്ഷൻ നൽകിയ കാൻഡിഡേറ്റ്സിനെ പരിശോധിക്കാം, കൂടുതൽ റിലയബിൾ ആയിരിക്കും അത്. അതല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലുമായിട്ട് ടൈഅപ്പിൽ ആ ഹോസ്പിറ്റലിൽ നിന്നും പരിശോധനയ്ക്ക് വിധേയനായി സർട്ടിഫിക്കറ്റുകൾ നൽകാൻ ആവശ്യപ്പെടാം. അല്ലെങ്കിൽ മറ്റൊരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ, ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ആവശ്യപ്പെടാം. ഇത്തരത്തിൽ മെഡിക്കൽ എക്സാമിനേഷൻ ചില പോസ്റ്റുകൾ നിർവഹിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. ആൻഡ് 7th നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ജോബ് ഓഫർ. അപ്പോയിൻമെൻറ്റ് ലെറ്റർ നൽകുന്ന ഘട്ടമാണത്. നിയമന ഉത്തരവ് നൽകലാണ് ജോബ് ഓഫർ. സെൻഡിങ് ആൻ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ടു ജോയിൻ ദ ഓർഗനൈസേഷൻ. ഒരു നിശ്ചിത ഡേറ്റ് കൊടുത്തുകൊണ്ട് ആ ഡേറ്റിനുള്ളിൽ, നിശ്ചിത ദിവസത്തിനുള്ളിൽ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു നിയമന ഉത്തരവാണ് കൊടുക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതോടെയാണ് സെലക്ഷൻ പ്രോസസ്സ് അവസാനിക്കുന്നത്. എക്സിക്യൂട്ടിംഗ് സം ഡോക്യുമെൻറ്റ്സ് ബൈ ദ എംപ്ലോയർ ആൻഡ് ദ കാൻഡിഡേറ്റ്സ് റിഗാർഡിംഗ് ജോബ് ടൈറ്റിൽ, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, പേ സ്കെയിൽ എക്സെട്ര. ഇപ്പോൾ ശമ്പള സ്കെയിൽ, ചെയ്യേണ്ട ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ, അവകാശങ്ങൾ, ഇത്തരം ജോബിൻ്റെ വിശദാംശങ്ങൾ ഇവ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് തയ്യാറാക്കുകയും അതിൽ കാൻഡിഡേറ്റ്സ് സൈൻ ചെയ്യുകയും ചെയ്യേണ്ടത്. അതോടുകൂടിയിട്ടാണ് അയാൾ ജോലിയിൽ ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. സോ ദീസ് ഓൾ ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ സെലക്ഷൻ പ്രോസസ്സ്. 8 പ്രധാന സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. സാറ് എസ് എ ആയിട്ട് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് സെലക്ഷൻ പ്രോസസ്സ്. ഏതെങ്കിലും ഒരു പ്രത്യേക പോസ്റ്റ് പ്രതിപാദിച്ചുകൊണ്ട് ആ പോസ്റ്റിലേക്ക് നിങ്ങളൊരു ഹ്യൂമൻ റിസോഴ്സസ് മാനേജർ എന്ന നിലയിൽ സെലക്ഷൻ പ്രോസസ്സ് ഡിസൈൻ ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അവിടെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. 8 പ്രധാനപ്പെട്ട സ്റ്റെപ്പിലൂടെയാണ് ഇവിടെ കടന്നുപോയത്. ഒന്നുകൂടെ നമുക്കതൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രിലിമിനറി സ്ക്രീനിങ് ആണ്. സെക്കൻഡ് വൺ ഈസ് സെലക്ഷൻ ടെസ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർവ്യൂസ്, ചെക്കിംഗ് റെഫറൻസസ്, selection, medical examination, job offer, and also signing the contract of employment. സ്റ്റാഫിംഗ് എന്നുള്ള ഏരിയയിലെ സെലക്ഷൻ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇവിടെ അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോയോടുകൂടി സ്റ്റാഫിംഗ് എന്നുള്ള പാഠം അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.